Assalamualaikum. Welcome back to Salva's kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ വെറൈറ്റി സ്നാക്ക് ആണ്. എപ്പോഴും നമ്മൾ വെജിറ്റബിൾസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻസ് ഐറ്റംസ് ഉപയോഗിച്ചിട്ടൊക്കെയുള്ള സ്നാക്സ് തയ്യാറാക്കല്. ഇത് അല്പം വ്യത്യസ്ത രീതിയിൽ ഫ്രൂട്ടായ ആപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ആപ്പിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. ഇതുപോലെ നമ്മൾ സിനമൺ പൗഡറും ഫൈൻ ഷുഗറൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി സ്പ്രെഡ് ചെയ്ത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലരെങ്കിലും ആപ്പിൾ ഫ്രൈ ചെയ്ത് കഴിക്കാത്തവരൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അറിയാത്തവർ ഇതൊന്ന് കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്പിൾ ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആപ്പിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര, ചെറിയ ടീസ്പൂൺ മതി, ഓവറായിട്ട് പഞ്ചസാരൻ്റെ ആവശ്യമില്ല. നമ്മൾ ടോപ്പിങ്ങിലും പഞ്ചസാര സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് എല്ലാം കൂടെ വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടും. എന്നിട്ട് നമുക്കിത് പാൽ ഉപയോഗിച്ചിട്ട് വേണം ബാറ്റർ ആക്കാൻ. ഞാനിവിടെ നോർമൽ ടെമ്പറേച്ചറിൽ 1 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്കിത് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുത്ത് ഒട്ടും തരിയില്ലാതെ നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് വേണം തയ്യാറാക്കാൻ. അപ്പോൾ ശ്രദ്ധിച്ച് ഇതുപോലെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഒന്നിച്ച് ഒഴിച്ചാൽ നമുക്ക് അത്ര നല്ല കറക്റ്റായിട്ടുള്ളൊരു ബാറ്റർ കിട്ടില്ല. തപ്പടെ മുഴുവൻ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിത് ഇതുപോലെ ഒട്ടും തരിയില്ലാത്ത രീതിയിൽ വേണം നമുക്കിത് ബാറ്റർ ആക്കി എടുക്കാൻ. ആദ്യം നമുക്കെപ്പോഴും ബാറ്റർ തയ്യാറാക്കുകയാണ് നല്ലത്. എന്നിട്ട് ആപ്പിൾ സ്ലൈസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില പൗഡർ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ഉപയോഗിക്കാം. ഇത് കൂട്ടുമ്പോഴേ നമ്മുടെ ബാറ്ററിന് നല്ല ഒരു ഫ്ലേവർ ഉണ്ടാകും. വാനിലേൻ്റെ എസൻസ് ഒക്കെ കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ പൗഡറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് അധികം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആപ്പിൾ സ്ലൈസ് ചെയ്ത് അപ്പം തന്നെ ഫ്രൈ ചെയ്യാം. ഞാനിവിടെ 2 ആപ്പിൾ പീൽ ചെയ്താണ് എടുത്തിട്ടുള്ളത്. ആപ്പിളൊക്കെ എപ്പോഴും പീൽ ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം കത്തിയോണ്ട് ഒന്നൊരു ഹോളാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സീഡ്സും ഒഴിവാകും. അതുപോലെ തന്നെ നമുക്ക് റിങ്സ് ആക്കിയിട്ട് സ്ലൈസ് ചെയ്യാനും ഈസി ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചും ചെയ്യാം, അല്ലെങ്കിൽ സീഡ്സൊക്കെ ഒഴിവാക്കുന്ന കട്ടറുണ്ട്, അങ്ങനത്തെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ടൊരു മീഡിയം തിക്നെസ്സിൽ നമുക്കിത് സ്ലൈസ് ചെയ്യേണ്ടത്. അതിന് ഹോളില്ല, അപ്പോൾ ഞാനിതൊന്നും കൂടെ ഹോളാക്കിയിട്ട് എടുക്കുന്നുണ്ട് സെൻറ്റർ വശമൊക്കെ. അപ്പോഴാണ് നമുക്ക് ആപ്പിൾ റിങ്സ് കിട്ടുക. എപ്പോഴും നമ്മൾ ആപ്പിൾ കട്ട് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ ജ്യൂസായിട്ടോ സാലഡായിട്ട് പായസത്തിൽ അങ്ങനെയൊക്കെയല്ലേ കഴിക്കൽ. വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും ആപ്പിൾ ഫ്രൈ ചെയ്തിട്ടൊക്കെ കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആപ്പിൾ ഈ ഒരു മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കണ്ടു. നല്ല ടേസ്റ്റിന് കഴിക്കാൻ. ഇതുപോലെ വീണ്ടും സ്ലൈസ് ചെയ്യുക. ഒരു മീഡിയം തിക്നെസ് മതി. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് വരുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നമുക്കത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇതുപോലെ സെൻറ്റർ വശമൊക്കെ ഹോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ആപ്പിളൊക്കെ എല്ലാതും സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സിനമൺ പൗഡർ 1.5 ടീസ്പൂണ്. ഇത് ഫൈൻ ഷുഗറാണ്. ഇതൊരു 1/4 ബൗളിനാണുള്ളത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ പഞ്ചസാര ഇത് ഫൈൻ ഷുഗർ അല്ലാത്തവർ ഇതൊന്ന് പൊടിച്ചിട്ട് വേണം ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നല്ലൊരു ഭംഗിയുടെ കാണാനും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് സ്ലൈസ് ചെയ്ത ആപ്പിൾ ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഇത് തിളച്ചതിന് ശേഷം മീഡിയം ലെവലിലേക്ക് ഇടണം. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമുക്ക് ആപ്പിൾ ഉൾവശം വെന്ത് വരാനൊന്നുമില്ല ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ ബാറ്ററി 2 സൈഡും ഗോൾഡൻ കളറായാൽ മതി. ഇതുപോലെ 3 വീതം ഇട്ടിട്ടുണ്ട് ഇവിടെ. കാരണം പാൻ കുറച്ച് വലുതായതുകൊണ്ട് 3 ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമുക്കിത് ഒരു വശം ഗോൾഡൻ കളറായപ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ 2 വശം ഒന്ന് ഗോൾഡൻ കളറായാൽ മതി.
ആപ്പിൾ നമ്മൾ അങ്ങനെ കഴിക്കുന്നതല്ലേ, അപ്പോൾ ഉൾവശം വെന്ത് കിട്ടാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. എന്നിട്ട് ഇത് ഓയിലൊക്കെ നന്നായിട്ട് വാർത്തതിന് ശേഷം വേണം എടുക്കാൻ. ഇതുപോലെ ഇതിൻ്റെ ഒരു വശം ഗോൾഡൻ കളർ ആയിട്ടില്ല, രണ്ടും ഒരു ഗോൾഡൻ കളർ ആവണം രണ്ട് സൈഡും. ഇനി ഇതുപോലെ ഇതും എടുത്തു മാറ്റാം. ഇതിൻ്റെ ഒരു സൈഡും കൂടി ഗോൾഡൻ കളർ ആവാനുണ്ട്. ഇതുപോലെ ഇതും മാറ്റി വെക്കാം. ഇതല്ലാതെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആപ്പിൾ ഫ്രൈഡ് റൈസ് സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നമുക്ക് മുകൾ ഭാഗത്ത് നമ്മുടെ സിനമൺ പൗഡറും ഫൈൻ ഷുഗറും കൂടി സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അങ്ങനെ ആകുമ്പോൾ അധികം ഓവർ സ്വീറ്റും ഇല്ല. ഇത് മധുരം കുറച്ച് വേണ്ടവർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാം. നമ്മൾ ഈ സിനമൺ പൗഡറും ഇതുപോലെ ഷുഗറും കൂടി മിക്സ് ചെയ്ത് ഇടുമ്പോൾ ഇതിൻ്റെ ടോപ്പിങ്ങിൽ കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സിനമണിൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് ഷുഗർ കൂടി മിക്സ് ചെയ്യുമ്പോൾ. ഇതൊക്കെ കണ്ടില്ലേ, എല്ലാതും ഇപ്പോൾ ഇങ്ങനെ ടോപ്പിങ്ങിലൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ആപ്പിൾ ഫ്രൈഡ് റൈസ് ഒന്ന് തയ്യാറാക്കി നോക്കൂ. ട്രൈ ചെയ്തവർ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പറയുകയാണ്, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രക്കും ടേസ്റ്റാണ് ആപ്പിൾ ഫ്രൈഡ് റൈസ്. ഓക്കെ, അസ്സലാമു അലൈക്കും.